ഗുഡ് മോർണിംഗ്, നമസ്കാരം. ജയസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ തിരുവനന്തപുരം സിറ്റി എല്ലാം ഏകദേശം കുറേ സ്ഥലങ്ങൾ കറങ്ങി, കുറേ വിഷ്വൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്നൊരു പ്രത്യേക ഒരു ഐതിഹ്യം നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വേറെ ഒന്നുമല്ല, ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ചെറിയതായിട്ടൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു രംഗം നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പം രാവണൻ സീതയെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അത് തടയാനായി എത്തിയ ആളാണ് ജടായു എന്ന് പറയുന്ന പക്ഷി. സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന രാവണനെ തടയാനായി അതിന് തടസ്സമായി നിൽക്കുമ്പോൾ രാവണൻ എന്ത് ചെയ്തു? വാളെടുത്ത് ആ ജടായുവിൻ്റെ ചിറകിൽ അരിഞ്ഞു വീഴ്ത്തി. നേരെ വന്ന് വീണത് ഈ ചടയമംഗലം എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ, ഒരു പാറയുടെ മുകളിലാണ്. അപ്പം അത് വന്ന് വീണത് ഇങ്ങനെ കമിഴ്ന്നല്ല വീണത്, മലന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കി അതിൻ്റെ കൊക്ക് അല്ലെങ്കിൽ ചുണ്ടെല്ലാം ഇങ്ങനെ മേലേക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അത് വന്ന് വീണത്. ആ കാഴ്ചപ്പാടിൽ മിസ്റ്റർ രാജീവ് അഞ്ചൽ, അതായത് ഡയറക്ടറാണ് അദ്ദേഹം. ഗുരു എന്ന സിനിമയൊക്കെ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഗുരു എന്ന് പറയുമ്പോൾ നല്ല പാട്ടുകളാണ് അതിനകത്ത്. ദേവസംഗീതം നീയല്ലേ ദേവി വരൂ വരൂ. ഈ പാട്ട് രാജാസാറിൻ്റെ മ്യൂസിക്കാണ്. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സിനിമയുടെ ഡയറക്ടറാണ് ഈ രാജീവ് അഞ്ചൽ. ലോകത്തെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ രാജീവ് അഞ്ചൽ അവിടെ ശില്പം, ഈ ജടായുവിൻ്റെ ശില്പം, അതും ഞാൻ ഈ പറഞ്ഞതുപോലെ മേലേക്ക് വീണിട്ട് അത് മേലേക്ക് എങ്ങനെ വീണോ ആ രീതിയിൽ തന്നെയാണ് ഈ ജടായു പാറയിൽ അദ്ദേഹം ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പം കുളിച്ച് റെഡിയായി അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്ന് പോയി നമുക്ക് കാണാം. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല, പോയി നോക്കട്ടെ. അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, നമ്മൾ തിരുവനന്തപുരമാണ്, പക്ഷേ ഇന്തോനേഷ്യയുടെ സ്റ്റൈലിലാണ് ഈ സ്ഥലമൊക്കെ. നല്ല ഭംഗിയാണ്. തമ്പാനൂർ അടുത്തുള്ളൊരു ഹോട്ടലാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ നാട്. തിരുവനന്തപുരത്ത് ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജടായു പാറയുള്ളത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇവിടുന്ന് മേലേക്ക് പോകാൻ വേണ്ടി ഇവരൊരു പുതിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് അതിലേ പോകാൻ നോക്കാം എന്താ സംഭവം നോക്കാം. ഇതേ കണ്ടില്ലേ, ഇപ്പം ഈ സാധനത്തിൽ വേണം നമ്മൾ കയറി മേലേക്ക് പോകാൻ. ഞാൻ ഓർത്ത് നടന്നു പോകേണ്ടി വരുമെന്ന്, പക്ഷേ നടക്കേണ്ട ആവശ്യം വന്നില്ല.
അങ്ങനെ ജഡായുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് മുകളിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ കണ്ടില്ല. ഈ വണ്ടി അങ്ങ് താഴേന്ന് ഇങ്ങനെ കയറി വരുവാണ്. ഇതിവിടെ വന്നിട്ട് നമ്മൾ ചാടി ഇറങ്ങണം. ഇത് നിൽക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എത്തുമ്പം ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളുടെ കേരളത്തിലുള്ളവരാണ് ഇത് അറിയാത്തത്. ശരിക്കും വിദേശീയർ ഒരുപാട് പേര്, നോർത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് ജഡായുപ്പാറ. ഇതിനെക്കുറിച്ച് ഇത് വളരെ വിപുലീകരിച്ച് ഇത് വളരെ ഗംഭീരമാക്കി ഇവിടെ ഒരു കൊണ്ടുവരാൻ പോകുമെന്നാണ് പറയുന്നത്. ഇതൊരു അതിശയകരമായ കാര്യമാണ്. നമ്മുടെ കേരളത്തിലുള്ളവരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത്. ശരിക്കും വിദേശികളെല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കണ്ടില്ലേ, നിങ്ങൾ ഈ സീൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നതാണ്. ജഡായു കിടക്കുന്നത് കേബിൾ കാറാണ് ഈ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഈ ചെറിയ ലൈറ്റായിട്ട് മഴയും കൂടെ ഉള്ളതുകൊണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ആൾക്കാർ, നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളീസാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കുറവ്. ഇത് ജഡായുവിൻ്റെ വാലാണ് കേട്ടോ. നമ്മൾ വേറൊരു മൂഡിലേക്ക് പോകുന്നതിൻ്റെ മേലെ ചെല്ലുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇത് കാണുന്നുണ്ട്. ഇതുണ്ട്, ഇത് രസമായ സ്ഥലമാണ്. കേരളത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതായിട്ട് ആൾക്കാർ തിരിച്ചറിയണം. ഇവിടെ മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ. ജഡായുപ്പാറയ്ക്ക് സമീപമുള്ള ഒരു ശ്രീരാമക്ഷേത്രം. ലൈനായിട്ടിരുന്ന് ഇവന്മാർ കണ്ടില്ലേ പേൻ നോക്കി കൊടുക്കുക. അന്യോന്യം ഇങ്ങനെ ഉറങ്ങുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും.
ഇതിൻ്റെ സൈറ്റ് നിങ്ങളൊന്ന് കാണണം കേട്ടോ. എന്ത് രസമാണ് ഇത് കണ്ടോ. കുറേ വീടുകളൊക്കെ അങ്ങ് ദൂരെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുണ്ടോ, ഇത് ഈ അമ്പലം ശ്രീരാമക്ഷേത്രം ഇത് വളരെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട്. ഇച്ചിരി പ്രായമായ കക്ഷിയാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്. ജടായു പാറയുടെ മറ്റൊരു ഭാഗമാണിത്. ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. പക്ഷേ എന്തായാലും നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോലും ഇല്ലാതെ 10 വർഷം മുമ്പാണ് ഇവിടെ ഇങ്ങനെയൊരു സംരംഭം ഡയറക്ടറായ മിസ്റ്റർ രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. കാരണം അദ്ദേഹമാണ് ഗുരു എന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശില്പമാണ് ഈ കാണുന്ന ജടായു എന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതാണ് ജടായുവിന് മോക്ഷം കൊടുക്കുന്ന ശ്രീരാമൻ്റെ കാരണം ജടായുവിൻ്റെ ചിറക് മുറിച്ച് ഈ ജടായു വീണ സ്ഥലം ഇവിടെയാണെന്നാണ് ഐതിഹ്യം. ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് ഇതെന്ന് ഐതിഹ്യമുണ്ട്. ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ ഇടമാണ് ഈ പാറയുടെ മുകളിലായി അവരത് ഗ്ലാസ്സൊക്കെ ഇട്ട് വളരെ ഇതായിട്ട് ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗമാണിത്. ശരിക്കും ഇതിൻ്റെ നെറുകയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇതാണ് തൊട്ടപ്പുറത്ത്, ഇവിടെയാണ് ജടായുവിൻ്റെ ചിറകരിഞ്ഞപ്പോൾ ജടായു വന്ന് വീണ സ്ഥലം എന്ന ഐതിഹ്യത്തിലാണ് ഇങ്ങനെയൊരു ജടായു പാറ ഇവിടെ ഉത്ഭവമാകുന്നത്. ഇതിൻ്റെ താഴെ നമ്മൾ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഇതിന് അടിയിലായിട്ട് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ്, നല്ലൊരു ഷോപ്പിംഗ് മോൾ പോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ ഇവിടെ നിന്നാണ് നമ്മൾ എന്തെങ്കിലും ക്ഷീണിച്ച് വരുമ്പോൾ ആഹാരം കഴിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇതുണ്ട്, ഇത് ഗെയിം കളിക്കാനുള്ള സ്ഥലങ്ങളാണ്. നല്ല രസമല്ലേ ഇതൊക്കെ? കുട്ടികൾക്കും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു സംഭവം. ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടേ പോകുന്നു.
അപ്പം ചടയമംഗലത്തിലുള്ള ജഡായു പാറയുടെ വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. എല്ലാവരും ഇത് കാണണം, ലൈക്ക് ചെയ്യണം. ഇനിയും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.